CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ദീർഘകാലത്തെ സ്വപ്നമായ ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെ പുതിയ സ്വന്തം മന്ദിരം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ 258 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധ്യമായത്. ആധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 10 സെന്റ് സ്ഥലത്ത് 1.48 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉത്സവപ്രേമികളുടെ മനം നിറച്ച് വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ മുതൽ ദർശന സുകൃതം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. വൈകിട്ട് ഗ്രാമവീഥികളെ നിറമണിയിച്ച് ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. സർക്കാർ ജീവനക്കാരുടെ മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ദീർഘകാലത്തെ സ്വപ്നമായ ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെ പുതിയ സ്വന്തം മന്ദിരം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശമ്പളം DA കൊടുക്കുവോ, ശമ്പള പരിഷ്കരണം വെക്കുവോ ഇതൊക്കെയായിരുന്നു. അതിന് സംശയം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. DA ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ഏപ്രിൽ 1 വരെ ആകുമ്പോൾ 23% DA ആണ് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 25% അധികം കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കണക്കൊക്കെ അധികം നമ്മൾ പറയുന്നവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് 10,000 മുതൽ 25,000 രൂപ വരെ ഒരു മാസത്തിലധികം ശമ്പളത്തിൽ തന്നെ സാധാരണ കിട്ടും. അവരുടെ പെൻഷൻകാരുടെ DA ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 1-ാം തീയതി വരുമ്പോൾ 10% കൂടി കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സംശയം, ഇത് ഈ മുൻകാല കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ? ഇന്ന് അതിന് ഓർഡർ ചെയ്യാൻ ഒപ്പിട്ടിട്ടുണ്ട്. മുൻകാല കുടിശ്ശിക ഗഡുക്കളായി ഈ അടുത്ത വർഷം തൊട്ട് കൊടുക്കും. നേരത്തെ ഞാനിവിടെ വരുമ്പോൾ കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ 30,000 കോടിയെങ്കിലും ഒരു വർഷം അധികം, അങ്ങനെയാണ് എപ്പോഴും വരുന്നത്. ഒരു വർഷം അധികം. 2 പതിറ്റാണ്ടിനു ശേഷവും കച്ചേരിക്കുന്നിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടരുന്ന ചെർപ്പുളശ്ശേരി ജില്ലാ അഡീഷണൽ ട്രഷറി ഓഫീസാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്. കച്ചേരിക്കുന്ന് TB മൈതാനത്തിനടുത്ത് റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്ത 20 സെന്റ് സ്ഥലത്ത് 3 കോടി രൂപ ചെലവിലാണ് 822 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തോടു കൂടിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും ആശ്രയ കേന്ദ്രമായ ഉദ്ഘാടന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. കച്ചേരിക്കുന്നിൽ മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കാനും ഒരു ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് മമ്മിക്കുട്ടി MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ആ കച്ചേരിക്കുന്ന് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെ സർക്കാർ സംവിധാനത്തിന്റെ വിവിധങ്ങളായുള്ള ഓഫീസുകളുടെ ഒരു സങ്കര കേന്ദ്രമായി നമുക്ക് ഈ കച്ചേരിക്കുന്നിനെ മാറ്റാൻ വേണ്ടി കഴിയും. ഇത്തരം ഓഫീസുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സിവിൽ സ്റ്റേഷൻ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ഫയർ സ്റ്റേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യമായ സ്ഥലം നമുക്ക് ഇവിടുന്ന് ലഭ്യമാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷനും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചേരിക്കുന്ന് നമുക്ക് ഇവിടെ ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ഉദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ള സ്ഥലവും ഈ പ്രദേശം തന്നെയാണ് എന്ന കൂടിയുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം ഭാവിയിൽ നമുക്ക് തുടർന്നു പോകാം. ജില്ലാ ട്രഷറി ഓഫീസർ സാജിദ ആമിയാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ട്രഷറി മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PR സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP മുനീറ ബാനു, നഗരസഭാ കൗൺസിലർ VP സമീജ്, KSSPA ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, സ്റ്റാമ്പ് വെണ്ടർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CM പ്രദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ
കെ അസീസ്, കെ സൈതലവി, പി ജയൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ PM പ്രദീപ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ഉദ്ഘാടനത്തിനു മുൻപായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെയും ആയിരക്കണക്കിന് പെൻഷൻകാരുടെയും ആശ്രയ കേന്ദ്രമായ CCN ചെർപ്പുളശ്ശേരി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ 258 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധ്യമായത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചിലവാകുമ്പോഴും അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടമാകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടപെടൽ തന്നെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ നിലയിൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ് തുടങ്ങിയത്. അതിന് ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ എടുത്തു. എത്രയോ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവർക്ക് പണവും നഷ്ടമായ, സർട്ടിഫിക്കറ്റ് നഷ്ടമായ സാഹചര്യം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വാർഡുകളുടെ നവീകരണമാകട്ടെ, രോഗി സൗഹൃദമാക്കുന്നതാകട്ടെ, അതുപോലെ ഇമേജിംഗ് സംവിധാനമാകട്ടെ, മറ്റുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ യൂണിറ്റ് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചു. ബിരുദ മെഡിക്കൽ കോളേജ് ആയിരുന്നതിനെ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ കോളേജായി ഉയർത്താനായെന്നും മാതൃശിശു യൂണിറ്റ്, വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ഭിന്നശേഷി വയോജന സൗഹൃദ ആശുപത്രി എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ കരുത്തിൽ പ്രവർത്തിക്കുന്ന MRI സ്കാനിംഗ് യൂണിറ്റ്, സ്ട്രോക്ക് ICU, ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 10.10 കോടി രൂപ ചെലവിട്ടാണ് ജർമ്മൻ നിർമ്മിത സീമൻസ് 1.5 ടെസ്ല MRI സ്കാനിംഗ് മെഷീൻ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സർക്കാർ 2 കോടി രൂപ അധികമായി ചെലവിട്ടു. DHS ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവിട്ടാണ് അത്യാഹിത വിഭാഗത്തിൽ സ്ട്രോക്ക് ICU സജ്ജമാക്കിയിരിക്കുന്നത്. സ്ട്രോക്ക് രോഗികൾക്കായി പ്രത്യേക ബെഡുകൾ, സൗജന്യമായി നൽകുന്ന ത്രോംബോലൈസിസ് ചികിത്സ, MRI, CT സ്കാൻ, വെന്റിലേറ്ററുകൾ, ഡിഫിബ്രിലേറ്റർ, മോഡേൺ ICU കോട്ടുകൾ എന്നീ സൗകര്യങ്ങൾ സ്ട്രോക്ക് മാനേജ്മെന്റ് യൂണിറ്റിലുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് നിർമ്മിച്ചത്. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ PS ഷീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R പ്രഭുദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ആധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 10 സെന്റ് സ്ഥലത്ത് 1.48 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശോചനീയ അവസ്ഥയിലായിരുന്ന ഓഫീസിന് പുതിയ ആസ്ഥാനമൊരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വനം വകുപ്പിലെ പരിഷ്കരണങ്ങളിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് അന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു വകുപ്പായിരുന്നില്ല. ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്തൊരു വകുപ്പ്. അത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ കുറേ കാട്ടുകള്ളന്മാരുണ്ട്, അവിടെ കുറേ വേട്ട നായ്ക്കളെ പോലെ ചാടി വീഴുന്ന വേട്ടക്കാരായ ആളുകളുണ്ട്. അവരുടെ ഒരു ലോകം എന്നതിനപ്പുറം അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷമായി അതിന് അവഗണിക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ആലോചിച്ചത്. പല ആലോചനകളും നടന്നു. ഉബൈദുള്ളയും നിയമസഭയിൽ 2 പ്രാവശ്യം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് മാത്രമല്ല, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, ഈ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നത് വനംവകുപ്പിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ സബ്മിഷനുകൾ ഉന്നയിക്കപ്പെട്ടത് വനംവകുപ്പിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചതും വനംവകുപ്പിനെ കുറിച്ചാണ്. സ്പീക്കർ സാധാരണ സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്.
ഡിവിഷൻ ഓഫീസിനു പുറമെ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ്, കോൺഫറൻസ് ഹാൾ, റെക്കോർഡ് റൂം എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫോറസ്ട്രി ക്ലബ്ബ്, ഹരിതസമിതി ഏകോപനം, വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട്. ചടങ്ങിൽ പി. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. സർപ്പ സന്നദ്ധ പ്രവർത്തകർക്കുള്ള കിറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. വിദ്യാവനം പദ്ധതിയുടെ ഭാഗമായി എത്തിയ വിദ്യാർത്ഥികളുമായി സംവദിച്ച മന്ത്രി അവർക്ക് വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, നോർത്തേൺ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി, DFOമാരായ P. ദിനേഷ് കുമാർ, G. ധനിക് ലാൽ, DCF KA മുഹമ്മദ് സൈനുൽ ആബിദീൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോക വന്യജീവി ദിനത്തിന്റെ ഭാഗമായി മാധ്യമ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. CCN മലപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അണ്ണാൻതൊടി നാട്ടുകൽ ഭാഗത്ത് ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാറിലെ മറ്റു യാത്രക്കാരെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകൽ അണ്ണാൻതൊടി ഭാഗത്ത് ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അലനല്ലൂർ കൊമ്പാക്കൽക്കുന്ന് നറുക്കോട്ടിൽ വീട്ടിൽ 70 വയസ്സുള്ള ഹംസയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഫാത്തിമ നൌഫ, കാർ ഡ്രൈവർ, അലനല്ലൂർ അമ്പാഴക്കോട് വീട്ടിൽ യൂസഫ് എന്നിവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയും മണ്ണാർക്കാട് ഭാഗത്തു നിന്നും അലനല്ലൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാർ കാർ പൊളിച്ചാണ് പുറത്തെടുത്തത്. ഹംസയും പേരക്കുട്ടിയും പാലക്കാട് ആശുപത്രിയിൽ പോയി അലനല്ലൂരിലെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടോപ്പാടം അലനല്ലൂർ ഭാഗത്ത് റോഡ് പണിയായതിനാൽ നാട്ടുകൽ പുത്തൂർ അലനല്ലൂർ വഴി പോകാനാണ് കാർ നാട്ടുകൽ വഴി വന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു. നാട്ടുകൽ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. CCN ചെത്തല്ലൂർ. ഉത്സവപ്രേമികളുടെ മനം നിറച്ച് വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ മുതൽ ദർശന സുഹൃതം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. വൈകിട്ട് ഗ്രാമവീഥികളെ നിറമണിയിച്ച് ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. വൈകുന്നേരത്തോടെ ഗ്രാമവീഥികളെ നിറമണിയിച്ച് ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. 4 ദേശങ്ങളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള 16 ഗജവീരന്മാരാണ് പൂരത്തിന് അണിനിരുന്നത്. വടക്ക് ദേശത്തിനു വേണ്ടി കുട്ടംകുളങ്ങര അർജുനനും, കിഴക്ക് ദേശത്തിനു വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരനും, പടിഞ്ഞാറൻ ദേശപൂരത്തിൽ തിരുവാണിക്കാവ് രാജഗോപാലനും, തെക്കൻ പൂരത്തിൽ ചിറക്കൽ കാളിദാസനും തിടമ്പേന്തി. പഞ്ചവാദ്യത്തിന്റെ താളലയങ്ങളോടെ തുടങ്ങിയ എഴുന്നള്ളിപ്പ് പാണ്ടിമേളത്തിന്റെ ആവേശത്തിലാണ് സമാപിച്ചത്. പ്രമുഖ വാദ്യകലാകാരന്മാരും അണിനിരന്നപ്പോൾ അത് പൂരപ്രേമികളുടെ കാതുകൾക്ക് വാദ്യപ്പെരുമഴയായി മാറി. തുടർന്ന്
തുടർന്ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയിറക്കവും നടന്നു. ആകാശപൂരത്തിന് വർണ്ണവിസ്മയം തീർത്ത കമ്പം കത്തിക്കലും നടന്നതോടെ ഈ വർഷത്തെ വായില്യാങ്കുന്ന് പൂരത്തിന് സമാപനമായി. CCN കടമ്പഴിപ്പുറം. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ആവേശകരമായ സമാപനം. ഉത്സവത്തിന്റെ ഭാഗമായി മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള വിവിധ കളിസംഘങ്ങൾ അണിനിരന്ന ഗംഭീര ചവിട്ടുകളി പൂരനഗരിയിൽ നടന്നു. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചവിട്ടുകളി വൈകുന്നേരം 4 മണിവരെ നീണ്ടുനിന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രമുറ്റത്ത് എത്തിയത്. ചൊവ്വാഴ്ച താലപ്പൊലി ദിവസം ഉച്ചയ്ക്ക് ശേഷം പൂതൻകളി, കാളവരവ്, സന്ധ്യാവേല തുടങ്ങിയ ചടങ്ങുകൾ ഭക്തി നിർഭരമായി നടന്നു. CCN പെരിന്തൽമണ്ണ. കമ്മ്യൂണിസ്റ്റ് നേതാവും തൃക്കടീരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന വാട്ടാറ മൊയ്തീന്റെ 26ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള തെറ്റായ കള്ളപ്രചരണം രാജ്യത്ത് നടക്കുന്ന കാര്യം. നിരീശ്വരവാദികളാണ്, ഉമ്മവങ്ങന്മാരില്ലാത്തവരാണ്, സ്ത്രീകളെ പൊതുസ്വത്താക്കുന്നവരാണ്. ഇവരെ ഭരിക്കുന്ന രാജ്യമുണ്ട് റഷ്യ. അവിടെ 60 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലും. പിന്നെ ആ മനുഷ്യനെ കൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് വെടിവെച്ച് കൊല്ലും.
തൃക്കടീരിയുടെ പുരോഗമന മതേതര വളർച്ചയിൽ വാട്ടാറ മൊയ്തീൻ വഹിച്ച നിർണായക പങ്കിനെ പാലോളി അനുസ്മരിച്ചു. വാട്ടാറ മൊയ്തീൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃക്കടീരി സുമംഗലി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ വെച്ച് സാന്ത്വന പരിചരണ രംഗത്തെ മികച്ച സേവനത്തിനുള്ള ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം കെ ഷൈനിക്ക് സമർപ്പിച്ചു. പുരസ്കാരം നമ്മൾ 5000 രൂപയാണ് പുരസ്കാരം ആയിട്ട് കൊടുക്കുന്നത്. പുരസ്കാര സമർപ്പണം തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കുട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ വി മുഹമ്മദ് അഷറഫ് സ്വാഗതം പറഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അനുസ്മരണം നടത്തി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻകുട്ടി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK രാജൻ, ഷബീർ നീരാണി, ഹംസ മുഹമ്മദ്, A ശങ്കരനാരായണൻ, രാജു കൂട്ടാല, ട്രസ്റ്റ് ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, കൺവീനർ UM ശശീന്ദ്രൻ, ജോയിന്റ് കൺവീനർ T പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ട്രസ്റ്റ് ട്രഷറർ K ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കലാകായിക രംഗത്ത് മികച്ച പരിശീലനം നൽകുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് നജീബ് കാന്തപുരം MLA. ആലിപ്പറമ്പ് പൊടേക്കാട് റോക്ക് സ്റ്റാർ ക്ലബ്ബ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തൊരു യുദ്ധവും വേണ്ട, ഒരു പ്രശ്നവും വേണ്ട, ഒരു സംഘർഷവും വേണ്ട. മനുഷ്യരായി നമുക്ക് ജീവിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വാഫി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്പോർട്സ് രംഗത്ത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നു, അവർക്ക് ഏറ്റവും നല്ല പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, നിരുപാധികമായി ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് കൂടെ ഞാൻ ഉണ്ടാകും എന്നറിയിക്കുന്നു. നമ്മുടെ കുട്ടികൾ വളരെ അഭിമാനമാണ്. റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ വരെ കളിക്കുന്ന കുട്ടികൾ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൻ പുറത്ത് നിന്ന്. നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ അഭിനവനെ പോലെയുള്ള കുട്ടികൾ ഇവിടെ നമുക്ക് സൈനിക മേഖലയിലേക്ക് പോകുന്നു. ഈ നാടതുകൊണ്ട് ഒരുപാട് പുതിയ തലങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ചടങ്ങിൽ കെ ബാപ്പുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബഷീറ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് ദാനം ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ TK നഫ്ന നൌഫൽ, ഹിബ K റഷീദ്, സൈന്യത്തിൽ നിയമനം ലഭിച്ച K അഭിനവ്, സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്രിയാത്മക ഇടപെടലിന് അനീസ് അന്തേരി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK നവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവിക്കുട്ടി, അബ്ദുൾ മജീദ്, വാസു മാസ്റ്റർ, അഷ്റഫ് കുഞ്ഞുമണി, ഷറഫുദ്ദീൻ വാഫി, അബ്ദുപ്പു കണക്കഞ്ചേരി, TK മൊയ്തീൻകുട്ടി, K നസീഫ്, K അദ്നാൻ, ഷിഹാബുദ്ദീൻ സാബു, ഷിബിൻ ഷബീർ, മിദ്ലാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗഫൂർ വാഫി സ്വാഗതവും ഗഫൂർ നന്ദിയും പറഞ്ഞു. CCN ചെത്തല്ലൂർ. കൃഷി, ആരോഗ്യം, ഭവന നിർമ്മാണം, കുടിവെള്ളം എന്നീ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ C കൃഷ്ണൻകുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അതിന് തുല്യമായ പ്രാധാന്യം തന്നെയാണ് പാർപ്പിട പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതികളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രത്യേകമായ ഒരു ഊന്നൽ നയം കൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ സൂചിപ്പിച്ച പോലെ തൊഴിൽ രംഗത്ത് കുടുംബശ്രീയെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ധനകാര്യ സ്ഥാപനങ്ങളെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ MLA MP ഉൾപ്പെടെയുള്ള ഫണ്ടുകളും പഞ്ചായത്തിന്റെ ഉപരി പഞ്ചായത്തുകൾ, ഇതര പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തും കൂടി ചേർന്നാണ് പഞ്ചായത്തിന്റെ വരുമാനം ഞങ്ങൾ ആദ്യം ചേർത്ത് കഴിഞ്ഞതുകൊണ്ട് ഉപരി പഞ്ചായത്തുകളുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരുടെ ധനസഹായവും സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ബജറ്റ് അവതരണത്തോടുകൂടെ തന്നെ കടമ്പഴിപ്പുറം പഞ്ചായത്തിന് എത്രയാണ് എന്ന് അവിടെ വെച്ച് കണക്കാക്കാൻ കഴിയും. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളുമുണ്ട്. അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 39 കോടി രൂപയുടെ ബജറ്റും പിന്നെ വരവും 38 ലക്ഷം രൂപ ചെലവും എന്നുള്ള 38 കോടി രൂപ ചെലവും എന്നുള്ള രീതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 39,60,61,842 രൂപ വരവും 38,20,43,055 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ഭരണസമിതി അവതരിപ്പിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ആസൂത്രണ സമിതി അംഗം A. മോഹനകൃഷ്ണൻ ബജറ്റിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. രാമചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ശ്രീലത, K. ഗിരിജ, M. സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങൾ വിരൽത്തുമ്പിലൂടെ തൊട്ടറിഞ്ഞ് കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ശാസ്ത്ര അധ്യാപകനുമായ ശിവപ്രസാദ് കുണ്ടൂർക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക നോബിൾ മേരി ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ശാസ്ത്ര പ്രചാരകനും മാധ്യമപ്രവർത്തകനുമായ സയൻസൺ പുന്നശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കാഴ്ചപരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ എന്ന ആധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾ വിവിധ ശാസ്ത്ര പ്രതിഭകളെക്കുറിച്ചുള്ള കുറിപ്പുകൾ അവതരിപ്പിച്ചത് ചടങ്ങിൽ ശ്രദ്ധേയമായി. സാധാരണ ബ്രെയിൽ പുസ്തകങ്ങളുടെ പരിമിതികൾ മറികടന്ന് പെൻഡ്രൈവിലോ ലാപ്ടോപ്പിലോ ഉള്ള വിവരങ്ങൾ വരികളായി മാറി വായിക്കാൻ സാധിക്കുന്ന ഈ ഉപകരണം കാഴ്ചപരിമിതർക്ക് അറിവിന്റെ പുതിയ വാതിലുകളാണ് തുറന്നിടുന്നത്. വിഷൻ എംപവർ എന്ന സന്നദ്ധ സംഘടന സ്കൂളിന് നൽകിയ 10 ഡിസ്പ്ലേ യൂണിറ്റുകളുടെ ഉപയോഗം കുട്ടികൾ ഇതിനോടകം തന്നെ വശത്താക്കി കഴിഞ്ഞു. കൂടാതെ ഗണിതശാസ്ത്രത്തിൽ കുട്ടികൾക്ക് താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രത്യേക പരിശീലനവും സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നൽകി വരുന്നുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി കാഴ്ചയുടേതു മാത്രമല്ല സിനിമ എന്ന പ്രമേയത്തിൽ സ്കൂളിലെ അധ്യാപകൻ ക്ലിന്റ് മാത്യു നായകനായ താഹിറ എന്ന സിനിമയുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. കരിമ്പുഴ AUP സ്കൂൾ, കുണ്ടൂർക്കുന്ന് VVAUP സ്കൂൾ, തോട്ടര AMLP സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി. സയൻസ് ക്ലബ് കോർഡിനേറ്റർ ക്ലിന്റ് മാത്യു, PTA പ്രസിഡന്റ് ജയശീലൻ, വിഷൻ എംപവർ കോർഡിനേറ്റർ ശ്രീലക്ഷ്മി, ശാസ്ത്രാധ്യാപകൻ മഹേഷ്, സ്റ്റാഫ് സെക്രട്ടറി KK ഗിരീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാരുടെ മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ദീർഘകാലത്തെ സ്വപ്നമായ ചെർപ്പുളശ്ശേരി ജില്ലാ ട്രഷറിയുടെ പുതിയ സ്വന്തം മന്ദിരം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ 258 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധ്യമായത്. ആധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 10 സെന്റ് സ്ഥലത്ത് 1.48 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉത്സവപ്രേമികളുടെ മനം നിറച്ച് വായില്യാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ മുതൽ ദർശന സുകൃതം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. വൈകിട്ട് ഗ്രാമവീഥികളെ നിറമണിയിച്ച് ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.